1976 റിലീസ് ചെയ്ത ചോറ്റാനിക്കര അമ്മ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ക്രോസ് ബെൽറ്റ് മണിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. RK ശേഖർ സാറാണ് ഇതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഭരണിക്കാവ് ശിവകുമാർ സാറാണ് ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. ഈ പാട്ട് പാടിയിരിക്കുന്നത്, നമ്മളിന്ന് പരിചയപ്പെടുന്ന പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസ് സാറും സുശീലാമ്മയും ചേർന്നിട്ടാണ്. നമസ്കാരം, എൻ്റെ പേര് ആനന്ദ്. മൈ പ്രഷ്യസ് ട്യൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RK ശേഖർ സാറിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്നത് AR റഹ്മാൻ സാറിൻ്റെ ഫാദറാണ്, ഒരു മ്യൂസിക് കണ്ടക്ടറാണ് അദ്ദേഹം എന്നുള്ള ലെവലിൽ മാത്രമാണ്. പക്ഷെ അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ഒരു മ്യൂസിക് കമ്പോസറാണ്, അല്ലെങ്കിൽ ഒരു ബ്രില്യൻ്റ് ഒരു മ്യൂസീഷ്യനാണ് എന്നുള്ളത് ഞാനും ഇത്രയേ മനസ്സിലാക്കിയിരുന്നുള്ളൂ. അദ്ദേഹം ഒരു മ്യൂസിക് കണ്ടക്ടറാണ് എന്നുള്ള ലെവലിൽ മാത്രമേ ഞാനും മനസ്സിലാക്കിയിരുന്നുള്ളൂ. അർജുൻ മാസ്റ്ററിൻ്റെ എപ്പിസോഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ശരിക്കും RK ശേഖർ സാറിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദവും വളരെ 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 ഡീപ്പായിട്ടുള്ളതാണ്. RK ശേഖർ സാറിൻ്റെ ഒരു മരണം വരെ MK അർജുൻ മാസ്റ്ററിൻ്റെ എല്ലാ പാട്ടുകളുടെയും ഒരു ഓർക്കസ്ട്രയുടെ നെടുന്തൂണ് എന്ന് പറയുന്നത് RK ശേഖർ സാറാണ്. ദേവരാജൻ മാസ്റ്ററാണ് ശരിക്കും അർജുൻ മാസ്റ്ററിന് ശേഖർ സാറിനെ പരിചയപ്പെടുത്തുന്നത്. അർജുൻ മാസ്റ്റർ ആദ്യമായിട്ട് ചെന്നൈയിൽ ചെല്ലുമ്പോൾ, മദ്രാസിൽ ചെല്ലുമ്പോൾ ഒരു സപ്പോർട്ടിനായിട്ട് ദേവരാജൻ മാസ്റ്റർ ആണ് RK ശേഖർ സാറിനെ ആദ്യമായിട്ട് അർജുൻ മാസ്റ്ററിന് പരിചയപ്പെടുത്തുന്നത്. പിന്നീട് ആ ഒരു സൗഹൃദം അത്രയും ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദമായി മാറി. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം RK ശേഖർ സാറിനെ കുറിച്ച് വളരെയധികം വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വളരെയധികം സംഗീതത്തിനോട് കമ്മിറ്റഡായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. ആരോടും നോ പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. അപ്പം അത്രത്തോളം തിരക്ക് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ ചെയ്യാത്ത മലയാള സിനിമകളോ അല്ലെങ്കിൽ തമിഴ് സിനിമകളോ ഇല്ല. അത്രത്തോളം തിരക്കേറിയ ഒരു മ്യൂസിക് കണ്ടക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ എല്ലാവരും വിളിക്കും, അദ്ദേഹം ആരോടും നോയും പറയത്തില്ല. പക്ഷേ അദ്ദേഹം ആ ഒരു തിരക്ക് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു സമയം തെറ്റിയുള്ള ആഹാരം, അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു താളം വളരെയധികം തെറ്റിച്ചാണ് ശരിക്കും അദ്ദേഹം ആ ഒരു തിരക്ക് കാരണം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു അസുഖവും വരുന്നത്. 43 വയസ്സിലെന്തോ ആണ് അദ്ദേഹം മരിക്കുന്നത്. ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ ശരിക്കും ലാസ്റ്റ് കമ്പോസ് ചെയ്ത്, അദ്ദേഹം അവസാനമായി കമ്പോസ് ചെയ്ത പാട്ടാണിത്. ഇതിലെല്ലാ പാട്ടുകളും അദ്ദേഹം കമ്പോസ് ചെയ്ത് തീർത്തിരുന്നു. ഈ ഒരു പാട്ട് മാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാതെ അത്രത്തോളം മേലാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു ആർട്ടിക്കിളിലാണ് ഇത് വായിച്ചത്. അപ്പം അദ്ദേഹം അത്രത്തോളം മേലാതിരുന്ന, എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു, വീട്ടിലായിരുന്നു തോന്നുന്നു. അത്രത്തോളം അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പറ്റാതെ ഇരുന്നൊരു സമയത്താണ് ഈ ഒരു പാട്ടും കൂടെ മാത്രം ഈ സിനിമയിലേക്ക് കമ്പോസ് ചെയ്യാൻ ബാക്കി നിന്നിരുന്നത്. അപ്പോൾ അർജുൻ മാസ്റ്ററിനോട് അദ്ദേഹം ഈ ഒരു പാട്ടിൻ്റെ ഒരു ഈണം മാത്രം ആണ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. അപ്പം ആ പാട്ട് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് അർജുൻ മാസ്റ്ററിനോട് അദ്ദേഹം ഒരു റിക്വസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അവർ തമ്മിലുള്ള ബന്ധത്തിനകത്ത് റിക്വസ്റ്റ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഈ പാട്ട് ശരിക്കും അത് പൂർത്തിയാക്കുന്നത് ശരിക്കും അർജുൻ മാസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു പാട്ട് അവരുടെ ഒരു സൗഹൃദത്തിൻ്റെയും കൂടെ ഒരു പാട്ടാണ്. ഞാനൊരു AR റഹ്മാൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, സുഹാസിനിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ, അദ്ദേഹത്തിന് ഫേവറേറ്റ് ആയിട്ടുള്ള, AR റഹ്മാൻ സാറിന് ഫേവറേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഒരു പാട്ട് ഹാർമോണിയത്തിൽ, അദ്ദേഹത്തിൻ്റെ ഫാദർ സമ്മാനിച്ചൊരു ഹാർമോണിയം അതിൽ വായിക്കാൻ പറയുമ്പോൾ അദ്ദേഹവും ഈ പാട്ടാണ് വായിക്കുന്നത്. അദ്ദേഹം അവസാനമായി കമ്പോസ് ചെയ്ത പാട്ടാണത്. നമുക്ക് ഇനി ഈ പാട്ട് എഴുതിയ ഭരണിക്കാവ് ശിവകുമാർ സാറിനെ കുറിച്ച് പറയാം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ലിറിസിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിഗംഭീരമായി പാട്ടുകൾ എഴുതുന്ന ഒരു ലിറിസിസ്റ്റാണ് അദ്ദേഹം. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ പാട്ട് മാത്രം എടുത്താൽ മതി. ഇതിലെ ഈ പാട്ടിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ ഒരു ലൈൻ്റെയൊക്കെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്,
ഇതൊരു ആദിരാത്രിയിൽ ഭാര്യയും ഭർത്താവും ഉള്ള അവരുടെ മാത്രം സ്വകാര്യതയിലുള്ളൊരു പാട്ടാണ്. ഇതിലെ ലൈനുകളൊക്കെ അതിൻ്റെ ഒരു അർത്ഥം ഒബ്വിയസ്ലി 18+ ആണ് ലൈനുകളൊക്കെ. ഞാനിത് ശരിക്കും 8ലും 7ലും 8ലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഇത് ചിത്രഗീതത്തിലൊക്കെ വരുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ പാട്ടൊക്കെ ഞാൻ പാടിക്കൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അന്നറിയില്ല. നമുക്ക് പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്താണ് ശരിക്കും ഈ ഒരു പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുന്നത്. അതിഗംഭീര ലൈനാണ് ഈ പാട്ടിൻ്റെ. അത് എത്രയോ ഭംഗിയായിട്ടാണ് അവരുടെ ആ ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും ആദിരാത്രിയിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ, ഒരു ശാരീരികമായ പ്രണയത്തിൻ്റെ ആ ഒരു അത് ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിഗംഭീരമാണ്. പിന്നെ ഇത് പാടിയിരിക്കുന്നത് യേശുദാസ് സാറും സുശീലാമ്മയും കൂടെ ചേർന്നിട്ടാണ്. യേശുദാസ് സാറ് ഇപ്പം അദ്ദേഹം ചില വാക്കുകൾ ഉച്ചരിക്കുന്ന കേൾക്കാൻ എത്രയോ ഭംഗിയാണ്. ഇപ്പം ഈ പാട്ടിലെ തന്നെ നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ എന്ന് പറഞ്ഞ് ആ നഖമുള്ള എന്ന് പറയുന്നത് യേശുദാസ് സാറ് പാടുന്നത് കേൾക്കണം. അത് എത്രയോ ഭംഗിയാണ്, എത്രയോ സോഫ്റ്റായിട്ടാണ് അത് പാടുന്നത്. നഖമുള്ള എന്നുള്ള വാക്ക് പറയുന്നത് സുശീലാമ്മയും, ഇത് ശരിക്കും യേശുദാസ് സാറും സുശീലാമ്മയും കൂടെ മത്സരിച്ച് പാടിയൊരു പാട്ടെന്ന് വേണം പറയാനായിട്ട്. അത്രയോ ഭംഗിയായിട്ടാണ് അവർ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഒരു അതിഗംഭീര ഒരു സോങ്ങാണ്. നമുക്കേതായാലും ആ പാട്ട് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ പറയാം. മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീകാരമണിയുന്ന രാത്രി, നീകാരമണിയുന്ന രാത്രി. മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. കതിരുപോലുള്ള നിൻ താരുണ്യത്തിൻ്റെ കദളി മുകുളങ്ങളിൽ വിരൽ നഖപ്പാടുകൾ ഞാൻ തീർക്കും. കതിരുപോലുള്ള നിൻ താരുണ്യത്തിൻ്റെ കദളി മുകുളങ്ങളിൽ വിരൽ നഖപ്പാടുകൾ ഞാൻ തീർക്കും. ഈ മലരിൽ മലർ പൂക്കും രാവിൽ അപ്പോൾ മദനധനുസുകൾ ഒടിയും എന്നിൽ നീല സർപ്പമായിഴയും, സർപ്പമായിഴയും. മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീകാരമണിയുന്ന രാത്രി, നീകാരമണിയുന്ന രാത്രി. മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. ഞാൻ ഈ പാട്ട് പാടിയത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും, ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്കിനി സിനിമാ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ സിനിമയുടെ സംവിധാനം, അദ്ദേഹത്തിൻ്റെ പേര് ക്രോസ് ബെൽറ്റ് മണി എന്നാണ്. ഒരു വെറൈറ്റി പേരാണ്. അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തൊരു സിനിമയിൽ നിന്നിട്ടാണ്. NN പിള്ള സാറിൻ്റെ ഒരു നാടകമാണ് ശരിക്കും ക്രോസ് ബെൽറ്റ് എന്നുള്ളത്. അത് പിന്നീട് സിനിമയാക്കിയും അതിൻ്റെ സംവിധാനം ഇദ്ദേഹമാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വരുന്നത്. അദ്ദേഹം ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു സംവിധായകനാണ്. എനിക്കൊന്ന് 1990 അദ്ദേഹം അവസാനമായൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു കാര്യം പറയാനാണെങ്കിൽ, ഒരു 100% ഒരു ഭക്തി സിനിമയാണിത്.
പേര് പോലെ തന്നെ ചോറ്റാനിക്കര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ കോർത്തിണക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ഒരു എൻറ്റയർ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഒരു കഥയല്ല ഈ സിനിമയ്ക്കുള്ളത്. ഒരുപാട് കഥകൾ ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കഥാപാത്രങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അഭിനയിച്ച എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, അതൊരു വലിയ ലിസ്റ്റായിരിക്കും. ഇതിൽ ശ്രീവിദ്യയാണ് ശരിക്കും ദേവിയായിട്ട് അഭിനയിക്കുന്നത്. പിന്നീട് ഇതിൽ അഭിനയിക്കുന്നത് KPSC സണ്ണി, വിൻസെൻ്റ്, മീന, ഉണ്ണിമേരി, ബാലൻ K നായർ, പപ്പു ഉണ്ട് ഒരു കോമഡി കഥാപാത്രമായിട്ട്, അടൂർ ബാസി, കവിയൂർ പൊന്നമ്മ. പിന്നെ ഇതിൽ ഈയൊരു പാട്ട്, നമ്മളിന്ന് പരിചയപ്പെട്ട പാട്ട്, പിന്നെ ഒരു പശുക്കിടാവുമായിട്ടൊരു പെൺകുട്ടി പാടുന്നൊരു പാട്ടുണ്ട്. അത് രണ്ടും ഒഴിച്ചാൽ ബാക്കി എല്ലാ പാട്ടുകളും ഡിവോഷണൽ പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. ഒരുപാട് പാട്ടുകളുള്ളൊരു മൂവിയാണിത്. ഡിവോഷണൽ പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഒരുപാട് ഡിവോഷണൽ പാട്ടുകളും പരിചയപ്പെടുന്നുണ്ട്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിവോഷണൽ പാട്ടുകളുണ്ട്. അത് ഇതുപോലെ നമ്മൾ മറന്നുപോയ ഡിവോഷണൽ പാട്ടുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പരിചയപ്പെടാം. അപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, പേഴ്സണലി ഞാൻ അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ സംഗീതത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു വേർതിരിവുണ്ടെന്നോ അല്ലെങ്കിൽ സംഗീതത്തിന് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന പോലെ വേറൊന്നിനും അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ സാന്ത്വനിപ്പിക്കാനും അല്ലെങ്കിൽ സന്തോഷമുണ്ടാകുമ്പോൾ അതിനെ എലിവേറ്റ് ചെയ്യാനും ഒക്കെ സംഗീതത്തിന് ഒരു വല്ലാത്തൊരു ഒരു പവറാണ് അതിനുള്ളത്. അപ്പോൾ അതിനങ്ങനെ എന്തെങ്കിലും ഒരു വേർതിരിവ്, ഒരു വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഉള്ള ഒരു വേർതിരിവിൽ സംഗീതത്തിനെ കാണാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. അപ്പം ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും വരുന്നൊരു പാട്ടാണ് തുളസീ തീർത്ഥം എന്നുള്ള ആൽബത്തിലുള്ള അഷ്ടമിരോഹിണി എന്നുള്ള പാട്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിലൊന്നാണത്. അതൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ പരിചയപ്പെടാം, അങ്ങനെയുള്ള മറന്നുപോയ പാട്ടുകളൊക്കെ. അഷ്ടമിരോഹിണി എന്നുള്ള പാട്ടിൻ്റെ ആദ്യത്തെ ഓടക്കുടലിൻ്റെ ഒരു പീസ് മാത്രം മതി എൻ്റെ കണ്ണ് നിറയാൻ. അപ്പം അത് സംഗീതത്തിന് മാത്രം പറ്റുന്നൊരു അത്രത്തോളം നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അത്രത്തോളം ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സംഗീതമാണല്ലേ. അതിന് എന്തോ ഒരു അത്ഭുതമാണ് സംഗീതം എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ച് ഈ സിനിമയിലേക്ക് വന്നാൽ, ഈ സിനിമയുടെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രാമ പോലെയാണ് അതിൻ്റെ ഒരു വിഷ്വൽ. അത് ഒരിക്കലും ഞാനതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നതല്ല, അത് ആ ഒരു കാലഘട്ടത്തിലെ സിനിമ ചിത്രീകരണ രീതി അതാണ്. എക്സാമ്പിൾ പറയാനായിട്ടിപ്പം വളരെ വൈകാരികമായ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മുഖത്തേക്ക് ചുമന്ന ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്ന നമുക്കൊരു ഡ്രാമയിൽ അല്ലെങ്കിൽ നാടകത്തിലൊക്കെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ഈ സിനിമയിൽ ശരിക്കും ശ്രീവിദ്യയെക്കുറിച്ച് ശ്രീവിദ്യയാണ് ഞാൻ പറഞ്ഞല്ലോ ദേവിയായിട്ട് വരുന്നത്, മൂകാംബിക ദേവിയായിട്ടും ഒക്കെ വരുന്നത് ശ്രീവിദ്യയാണ്. അത് അവർ ആ ഒരു പട്ടുസാരിയൊക്കെ കൊടുത്ത് ആ ആഭരണമൊക്കെ അണിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു ദേവി എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു രൂപം വരുമല്ലോ. അത് എക്സാക്ട്ലി അതുപോലെ തന്നെ നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. എത്രയോ ഭംഗിയാണ് അവരെ കാണാനായിട്ട്. അവരുടെ അണിഞ്ഞൊരുങ്ങി വരുന്ന ആ ഒരു രൂപം, അത് പറയാതെ നമുക്ക് ഈ സിനിമയുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രീവിദ്യയുടെ ആ ഒരു സൗന്ദര്യം പറയാതെ, ആ ഒരു ദേവിയായിട്ട് വരുമ്പോൾ ഉള്ളൊരു ഭംഗി പറയാതെ നമുക്ക് ഇത് ഒരു സിനിമ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റില്ല, ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റില്ല. അത്രത്തോളം ഭംഗിയാണ് അവരെ ആ ഒരു സിനിമയിൽ കാണാനായിട്ട്, അത് പറയാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ. നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറന്നുപോയൊരു പാട്ടുമായിട്ട് തിരിച്ചു വരാം. സോ അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സോ ടേക്ക് കെയർ. ബൈ ബൈ.